വഴിയോര കച്ചവടക്കാർക്ക് കൈമാറേണ്ട കടമുറികൾ സാമൂഹ്യവിരുദ്ധർ കഴിഞ്ഞാടാൻ വിട്ടുകൊടുത്ത് തിരുവനന്തപുരം നഗരസഭ. അധികാരികളുടെ ഉത്തരവാദിത്വമില്ലാത്ത ഈ നിലപാട് കാരണം കച്ചവടക്കാരും പൊതുജനങ്ങളും ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ്. ഇവിടെ കോർപ്പറേഷന്റെ വക സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 അടുത്ത കടകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്താ പ്രവർത്തിക്കാത്തത്? അത് അവര് ഇതുവരെ നമുക്ക് തന്നില്ല. കെട്ടിയിരുന്ന 4 വർഷം വരെ ആയി. തരാന്ന് പറഞ്ഞല്ല, ഇതുവരെ തന്നില്ല. മുമ്പേ ഉള്ള ഒരുപാട് വർഷം കൊണ്ട് ഇരിക്കുന്നവർക്ക് മാത്രം 12 കടയുണ്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. കട ഒരു ന്യായമായ രീതിയിൽ കെട്ടിയാൽ ഇത്രയും സ്ഥലം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം. അപ്പുറത്ത് ഗ്യാരേജാണ്, എപ്പോഴും 24 മണിക്കൂർ വണ്ടി വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ചെറുതായിട്ട് കടകളൊക്കെ ചെറുത് തന്നെ കൊള്ളാം, പക്ഷെ അത് ഒന്നുകൂടെ കുറച്ച് അങ്ങോട്ട് നീക്കി ഈ ഫുട്പാത്ത് ഒന്നും ആവശ്യമില്ല. അതെ, കെട്ടിയിരുന്ന വാഹനത്തിന് പോകാം, എല്ലാത്തിനും സൗകര്യം കാണും. ഇപ്പൊ എല്ലാം കൂടെ അലങ്കോലപ്പെട്ടിരിക്കുക, എന്താണെന്ന് ഒന്നും അറിയില്ല. വന്ന ആദ്യം പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞ് ഇട്ട് കൊടുത്തു. രണ്ടാമത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചാലയിൽ കൊണ്ടുവന്നൊരു പേപ്പർ എഴുതി കൊടുത്തു. അതും ഒരറമ്പാതും ഇല്ല. അങ്ങനെ കിടക്കേണ്ടത്. നിങ്ങളുടെ വഴിയോര കച്ചവടക്കാരുടെ ഒരു സംഘടനയുടെ സെക്രട്ടറിയും കാര്യങ്ങളുണ്ടല്ലോ, അവരെല്ലാവരുടെയും പറഞ്ഞു ഒന്നിനും മാറ്റമില്ല. അതിങ്ങനെ എന്നെ കിടക്കണം. ആരെങ്കിലും വിഴുന്നത് വരെ എനിക്ക് വേറൊന്നുമല്ല പേടി. കൊച്ചു മക്കൾ ഇതിലേ പോകും. അതെ, അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി.